ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. 2 ദിവസമായിട്ട് എന്നെ കാണാനില്ലായിരുന്നല്ലേ, മടി പിടിച്ചിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്കൊരു മടിയൻ കറിയും കൂടെ ഉണ്ടാക്കിയാലോ. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് കടുക്, ജീരകം, ഒരു സവാള, 3-4 വെളുത്തുള്ളി, 2 പച്ചമുളക് ഇതെല്ലാം ചേർത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഞാനിപ്പോൾ ശ്വാസം കിട്ടാതെ ചത്തേനെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് വഴട്ടി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്ക് വിസ്ക് ചെയ്ത് വെച്ചേക്ക് നല്ല കട്ട തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി തൂക്കിക്കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിൽ അല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റിൽ അത് വേറെ ലെവലാവും ഗായ്സ്. ഞാനിങ്ങനെ ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോഴേ ഒരു കാര്യം ഓർത്തത്, പണ്ട് കല്യാണം കഴിഞ്ഞ് ഇക്കാൻ്റെ വീട്ടിൽ പോയപ്പോഴേ ഈ മാമച്ചി വിത്തൗട്ട് ചായ കുടിക്കൽ. അപ്പോൾ മാമി എന്താ ഇതുപോലെ പഞ്ചസാര ഇടാതെ ചായ ഇട്ടിട്ട് നമുക്ക് രണ്ടുപേർക്കും ഇതുപോലെ പഞ്ചസാര മിക്സ് ചെയ്ത് ചായ ഒഴിച്ച് തരും. അപ്പോൾ ഞാൻ മാമിയുടെ അടുത്ത് പറയും, മാമി പഞ്ചസാര ഇട്ടതിന് ശേഷം ഒന്ന് തിളപ്പിച്ചിട്ട് എനിക്ക് ചായ തരണേന്നേ. ഇപ്പോൾ സ്വന്തമായിട്ട് ചായ ഇടാൻ തുടങ്ങി ഞാൻ വിത്തൗട്ട് ആയപ്പോഴത്തേക്ക് തിളപ്പിക്കൽ നിർത്തി, എല്ലാം നിർത്തി. ഇതുപോലെ ജസ്റ്റ് പഞ്ചസാര മിക്സ് ചെയ്ത് കലക്കി കൊടുക്കും. സ്വന്തമായിട്ടാകുമ്പോഴത്തേക്ക് എല്ലാ നിയമങ്ങളും മാറും അല്ലേ ഗൈസ്. അപ്പോൾ നാളെ നോമ്പ് തുടങ്ങുകയല്ലേ, അതിനിടയത്താഴത്തിന് പയറും പുട്ടും ഒക്കെ അവിക്കാനായിട്ടുള്ള എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ രാവിലെ എണീച്ചിട്ട് ജസ്റ്റ് പുട്ട് അവിച്ചാൽ മാത്രം മതിയല്ലോ. അപ്പോൾ മാവ് നനച്ച് വെച്ചിട്ടുണ്ട്, പയറും അവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പപ്പടവും കൂടി പൊരിച്ച് വയ്ക്കാം. പയറ്, പുട്ട്, പപ്പടം, പിന്നെ ചായ. ഇതാണ് ഞങ്ങളുടെ ഇടയത്താഴത്തിൻ്റെ ഫുഡ് കേട്ടോ. അപ്പോൾ പപ്പടം മുഴുവൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കണ്ടേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ എൻ്റെ തൈരിന് കുറച്ച് പുളിപ്പ് കൂടുതലായിരുന്നു. കുറച്ചുകൂടെ പുളിപ്പ് കുറഞ്ഞ തൈരായിരുന്നെങ്കിൽ കലക്കിയനെ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ.